റോമൻ റെയിൻസും WWE സൂപ്പർ താരങ്ങളും തമ്മിൽ ഒരു മത്സരം നടന്നു. 1 vs all മത്സരം. അതിനുശേഷം റോമൻ റെയിൻസിനെ അവരെല്ലാവരും കൂടി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ടുണ്ടായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് WWE ഓണർ ആയിട്ടുണ്ടായിരുന്ന വിൻസ് മക്മാൻ തന്നെയായിരുന്നു. എല്ലാവരും കൂടി റോമനെ അടിച്ചൊതുക്കുന്ന സമയത്ത് റോമൻ റെയിൻസിനെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അത് മറ്റാരുമായിരുന്നില്ല, റോമൻ റെയിൻസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. ബ്രോക്ക് വന്നുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരെയും ബ്രോക്ക് ലെസ്നർ വന്ന് അറ്റാക്ക് ചെയ്തു, എടുത്ത് പടമാക്കി. അപ്പോൾ എന്തിനായിരുന്നു ബ്രോക്ക് ലെസ്നർ റോമൻ റെയിൻസിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് 1 vs all തമ്മിലുള്ള ആ ഒരു മാച്ചിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്? രക്ഷിച്ചതിന് ശേഷം റോമൻ റെയിൻസ് ആൻഡ് ബ്രോക്ക് ലെസ്നർ തമ്മിൽ നടന്നത് എന്താണ്? അപ്പോൾ എന്തൊക്കെയാണ് ആ സമയത്ത് നടന്നിട്ടുള്ളത്? നമുക്ക് നോക്കാം. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. 2015 റോമൻ റെയിൻസിന്റെ കാര്യങ്ങളെക്കുറിച്ച്, റോമൻ റെയിൻസ് എങ്ങനെയാണ് WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തന്നെ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അതിനുശേഷം നടന്നിട്ടുള്ള കഥയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു ഫ്രഷ് സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ 2015 ഏറ്റവും അവസാനത്തെ ഒരു റോ എപ്പിസോഡിൽ റോമൻ റെയിൻസും വിൻസ് മക്മാനും തമ്മിലുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ആ സെഗ്മെന്റിന്റെ അവസാനം വിൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും പിന്നീട് അവിടുത്തെ ജയിൽ കാണിക്കുന്നതും വിൻസിനെ അവിടെ നിന്നും വിട്ടയക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിൽ റോമൻ റെയിൻസും ഷെയ്മസും തമ്മിൽ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷെയ്മസിനെ പട്ടിയെ തല്ലുന്നത് പോലെ റോമൻ റെയിൻസ് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് WWE ചാമ്പ്യനാണ് റോമൻ റെയിൻസ്. അപ്പോൾ അവിടേക്ക് വിൻസ് മക്മാൻ കയറി വരികയുണ്ടായി. വിൻസ് വന്നിട്ട് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു മാച്ച് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഉറപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൽ ഗസ്റ്റ് റഫറി ആയിട്ട് താനും ഉണ്ടാകുമെന്നുള്ളത് വിൻസ് പറഞ്ഞു. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിൽ റോമൻ റെയിൻസും ഷെയ്മസും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. വിൻസ് റഫറിയായിട്ട്. ആ മാച്ചിൽ ഏറ്റവും അവസാനം റോമൻ റെയിൻസ് ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുകയായിരുന്നു. വിൻസ് തൊട്ടടുത്തുണ്ടായിരുന്നു. എന്നാൽ റോമൻ കറങ്ങി ചെന്ന് നേരെ ഒരു സൂപ്പർമാൻ പഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് വിൻസ് മക്മാൻ തന്നെയായിരുന്നു. അതേ മൊമെന്റിൽ ബ്രോക്ക് കിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഷെയ്മസിനിട്ട് ഒരു സ്പിയർ കൊടുത്ത് പിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ റോമൻ റെയിൻസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മാച്ചിന്റെ റഫറി ആയിട്ടുണ്ടായിരുന്നത് വിൻസ് മക്മാൻ തന്നെയായിരുന്നു എന്ന്. റോമൻ അപ്പോഴേക്കും അടുത്ത റഫറിമാരെ വിളിക്കാൻ നോക്കുകയുണ്ടായി. പക്ഷെ ആരും അവിടേക്ക് വന്നില്ല. പിന്നീട് റോമൻ ഷെയ്മസിനെ അനൗൺസർ ടേബിളിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വിൻസ് അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നത് കണ്ടത്. റോമന് വീണ്ടും വിൻസിനെ ആവശ്യമായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന വിൻസിനെ എടുത്ത് റിങ്ങിന്റെ അകത്തേക്ക് വീണ്ടും ഇട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും വിൻസിന്റെ മകളായിട്ടുള്ള സ്റ്റെഫനി അവിടേക്ക് കടന്നു വന്നു. ഈ ഒരു മാച്ചിൽ ഉടനീളം റോമനെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാം, റോമന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് എങ്ങനെയൊക്കെ കളയാം എന്നുള്ളതായിരുന്നു വിൻസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിൻസിനെ കൊണ്ട് തന്നെ സ്റ്റെഫനിയുടെ മേലേക്ക് എറിഞ്ഞിട്ടിരിക്കുകയായിരുന്നു റോമൻ റെയിൻസ്. പിന്നീട് റോമൻ ഷെയ്മസിന്റെ കയ്യിൽ നിന്നും 2 ബ്രോക്കുകൾ കിട്ടുകയുണ്ടായി. പുതിയൊരു റഫറി വന്ന് പിൻ ചെയ്തെങ്കിലും റോമൻ റെയിൻസിനെ തോൽപ്പിക്കാനായില്ല. റോമനെ പിടിച്ചു വെക്ക്, ഞാൻ ബ്രോക്ക് ചെയ്യാമെന്ന് ഷെയ്മസ് പറഞ്ഞു. റഫറി അതുപോലെ ചെയ്തു. വിൻസ് പറയുന്നതല്ലേ റഫറിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബ്രോക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഷെയ്മസിനിട്ട് ഒരു സൂപ്പർമാൻ പഞ്ച്, അടുത്ത റഫറിക്കിട്ട് വീണ്ടും ഒരു സൂപ്പർമാൻ പഞ്ച്. പക്ഷെ അപ്പോഴേക്കും മൂന്നാമത്തെ റഫറി അവിടേക്ക് വന്നു. ആ റഫറി പിൻ ചെയ്തു. റോമൻ റെയിൻസ് ഈസ് ദ വിന്നർ ആൻഡ് സ്റ്റിൽ WWE ചാമ്പ്യൻ. റോമനെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്ന റഫറിയെ വിൻസ് തല്ലുകയുണ്ടായി. അപ്പോൾ തന്നെ മൈക്ക് എടുത്തുകൊണ്ട് വിൻസ് അനൗൺസ് ചെയ്തു, റോമൻ റെയിൻസ് നിന്റെ ചാമ്പ്യൻഷിപ്പ് നീ വീണ്ടും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഇപ്പോഴല്ല റോയൽ റംബിൾ പേപ്പർ വ്യൂവിൽ. അപ്പോൾ റോമൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ വിൻസിന്റെ സർപ്രൈസ് അവിടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നീ നിന്റെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും എതിരെയായിരിക്കും. അതെ, 29 പേർക്കെതിരെ നീ നിന്റെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 1 vs 29. അതെ, റോയൽ റംബിൾ മാച്ചിലാണ് നീ നിന്റെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റോമൻ റെയിൻസ് എന്നായിരുന്നു റോമനോട് പറഞ്ഞത്. റോമൻ ഞെട്ടിത്തെരിച്ചുപോയി. അവിടെ ആ ഒരു റോ എപ്പിസോഡ് അവസാനിച്ചു. പിന്നീട് നടന്ന റോ എപ്പിസോഡിൽ WWE സൂപ്പർ സ്റ്റാറുകൾ എല്ലാവരും എൻട്രൻസ് ഏരിയയിൽ അണിനിരുന്നു. അവിടേക്ക് വിൻസും സ്റ്റീഫനിയും കൂടി കൈ പിടിച്ചു വരികയുണ്ടായി. പുതിയ WWE ചാമ്പ്യനെ നിങ്ങളെല്ലാവരും കണ്ടോ എന്ന് കാണികളോട് ചോദിച്ചു. എന്നിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന എല്ലാ സൂപ്പർ സ്റ്റാറുകളെയും ആയിരുന്നു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആരായിരിക്കും? ഡോൾഫ് സിഗ്ലർ ആയിക്കൂടെ, ന്യൂ ഡേ ടീം ആയിക്കൂടെ എന്നെല്ലാം തന്നെ ചോദിച്ചു നിൽക്കുമ്പോൾ വൈറ്റ് ഫാമിലി അവിടേക്ക് ഒരു സർപ്രൈസ് എൻട്രി നടത്തുകയുണ്ടായി. അവരും വന്ന് അവിടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു ഇപ്പോഴത്തെ WWE ചാമ്പ്യൻ റോമൻ റെയിൻസ്. റിങ്ങിലെത്തിയിട്ടുണ്ടായിരുന്ന റോമൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, റോയൽ റംബിളിൽ ഞാനാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നടക്കുക എന്ന്. അപ്പോൾ വിൻസ് പറഞ്ഞു, ആ ഒരു ചാൻസും തള്ളിക്കളയാൻ കഴിയില്ല, പക്ഷേ നീയാണ് വിജയിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ചെങ്കിലും
എന്തെങ്കിലും തോന്നണമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ അത് തെളിയിച്ച് കാണിക്കണം. 1 vs all ആണല്ലോ റോയൽ റംബിൾ നടക്കുന്നത്. എന്നാൽ ഇന്ന് 1 vs all മാച്ച് നടക്കട്ടെ. നീയും നിനക്കെതിരെ കുറച്ച് സൂപ്പർ താരങ്ങളും മത്സരിക്കും. അത് ആരുമാകാം, അവർക്കെതിരെ നീ മത്സരിക്കണം. ആ ഒരു മാച്ച് നടക്കട്ടെ. അതിൽ വിജയിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നായിരുന്നു വിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിച്ചു. ബാക്ക് സ്റ്റേജിൽ പിന്നീട് പോൾ ഹെയ്മാന്റെ അടുത്തേക്ക് വിൻസും സ്റ്റീഫനിയും പോകുന്നത് കണ്ടു. ബാക്ക് സ്റ്റേജിൽ പോൾ ഹെയ്മാനോടായിട്ട് ബ്രോക്ക് ലെസ്നർ കൂടി ആ ഒരു മാച്ചിൽ കൂടിക്കോട്ടെ, 1 vs all മാച്ചിൽ ബ്രോക്ക് ലെസ്നറും ഉള്ളത് നല്ലതല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പോൾ ഹെയ്മാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ചെറിയ മാച്ചിലൊന്നും മത്സരിക്കാൻ വേണ്ടിയിട്ടില്ല, ഏറ്റവും വലിയ പ്രൈസിന് വേണ്ടി ഏറ്റവും ഗ്രാൻഡസ്റ്റ് സ്റ്റേജിൽ വന്ന് മത്സരിക്കാനാണ് എൻ്റെ ക്ലയന്റിന് ഇഷ്ടം. ഗ്രാൻഡസ്റ്റ് സ്റ്റേജ് അതാണെന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ. താങ്കൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെസ്സൽമേനിയ തന്നെയാണ് ബ്രോക്ക് ലെസ്നർ ഉന്നം വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വിൻസ് പറഞ്ഞു, ആ കാര്യം നടക്കില്ല, അതൊന്നും തന്നെ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ പ്ലാനുകൾ റോയൽ റംബിളിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ പ്ലാനുകൾ തെറ്റിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി ഏറ്റവും അവസാനം ചെയർമാൻ ക്യാബിനിലേക്ക് മാറ്റുകയുണ്ടായി. അവസാനം 1 vs all മാച്ചിന്റെ സമയമായി. റോമൻ റെയിൻസ് വേഴ്സസ് ബാക്കിയുള്ള സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ സമയമായി. വിൻസും അദ്ദേഹത്തിന്റെ കൂടെ സൂപ്പർ താരങ്ങളും വന്നു. ഷെയ്മസ്, ആൽബർട്ടോ ഡെൽ റിയോ, കെവിൻ ഓവൻസ്, വൈറ്റ് ഫാമിലി, ന്യൂ ഡേ, സ്റ്റാർഡസ്റ്റ്, അങ്ങനെ ഒരുപാട് പേർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം തന്നെ മത്സരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കെവിൻ ഓവൻസുമായിരുന്നു. ആ ഒരു മാച്ചിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു റോമൻ റെയിൻസും കെവിൻ ഓവൻസും നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഓരോരോ സൂപ്പർ താരങ്ങളായി വന്നുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതും റോമൻ റെയിൻസ് അവരെ എല്ലാവരെയും തന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റാർഡസ്റ്റ്, ടൈലർ ബ്രീസ്, അസെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടീം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരെയും തല്ലിയതോടുകൂടി വിൻസ് അദ്ദേഹത്തിന്റെ മാരക ആയുധങ്ങൾ ഇറക്കാൻ തുടങ്ങി. ഷെയ്മസ്, ആൽബർട്ടോ ഡെൽ റിയോ ആൻഡ് ന്യൂ ഡേ ടീം. അന്ന് ന്യൂ ഡേ ടീം ഒരു ഹീൽ ടൈപ്പുള്ള ക്യാരക്ടർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും റോമൻ റെയിൻസിനെ പട്ടിയെ തല്ലുന്നത് പോലെ അവിടെ ഇട്ട് തല്ലുകയുണ്ടായി. റോമൻ റെയിൻസിനെ പിടിച്ചു വെച്ചു. ആൽബർട്ടോ ഡെൽ റിയോയുടെ വക ഒരു സൂപ്പർ കിക്ക്, ഷെയ്മസിന്റെ വക ഒരു ബ്രോക്ക് കിക്ക്. അങ്ങനെ ഇവരെല്ലാവരും റോമനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മ്യൂസിക് കേൾക്കുകയുണ്ടായി. യെസ്, ഇറ്റ് ഈസ് ദ ബീസ്റ്റ് ഇൻകാർണേറ്റ് ബ്രോക്ക് ലെസ്നർ. അങ്ങനെ ബ്രോക്ക് ലെസ്നറും 1 vs all മാച്ചിലേക്ക് വന്നു. റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായി. സൂപ്പർ താരങ്ങൾ എല്ലാവരും വന്ന് സൈഡ് നിന്നു. എല്ലാവരും സൈഡ് കൊടുക്കൂ, ബ്രോക്ക് ലെസ്നർ വന്ന് അറ്റാക്ക് ചെയ്യട്ടെ, സമയം കൊടുക്കൂ, ബ്രോക്ക് വന്ന് റോമനെ പഞ്ഞിക്കിടട്ടെ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. എന്നാൽ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. ബ്രോക്ക് ഓടി വന്ന് ന്യൂ ഡേക്ക് ഇട്ടൊരു പണി കൊടുത്തു. ബിഗിക്കിട്ട് സൂപ്ലക്സ് കൊടുത്തു. കെവിൻ ഓവൻസിനിട്ടും സൂപ്ലക്സ് കൊടുത്തു. ആൽബർട്ടോ ഡെൽ റിയോക്കും ഷെയ്മസിനും കൊടുത്തു. എല്ലാവർക്കും സൂപ്ലക്സ് സിറ്റി തന്നെയായിരുന്നു ബ്രോക്ക് ലെസ്നർ. എന്നിട്ട് അടികൊണ്ട് റോമൻ റെയിൻസിന്റെ അടുത്തേക്ക് പോയി റോമനെ എടുത്ത് റിങ്ങിന്റെ സെന്ററിലേക്ക് വെച്ചു. നമ്മൾ വിചാരിക്കുന്നത് കൈ കൊടുത്ത് റോമനെ എഴുന്നേൽപ്പിക്കാനാണ് എന്നാണ്. എന്നാൽ അല്ല, കൈ പിടിച്ച് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് F5 ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബ്രോക്ക് ലെസ്നർ ആരുടെ കൂടെയും ടീമല്ല. ബ്രോക്ക് ലെസ്നറിന് ആരോടും കൂറില്ല. പിന്നീട് നടന്ന റോ എപ്പിസോഡിൽ വിൻസും സ്റ്റീഫനിയും കൂടി വന്ന് റോയൽ റംബിളിലെ നമ്പർ 1 ആരാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റോൾ കറക്കുകയുണ്ടായി. നമ്പർ 1 ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസിന്റെ പേരായിരുന്നു. അപ്പോൾ വിൻസ് പറഞ്ഞു, ഒരു തവണ കൂടി നമുക്ക് കറക്കി നോക്കാം. വീണ്ടും കറക്കി അടുത്ത പേരെടുത്തു, അതും റോമൻ റെയിൻസ്. 3ാമത്തെ തവണയും കറക്കി പേരെടുത്തു റോമൻ റെയിൻ. 4ാമത്തെ തവണയും കറക്കി റോമൻ റെയിൻസ് മാത്രം. റോമന്റെ പേര് മാത്രമേ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വിൻസിന് റോമൻ റെയിൻസ് നമ്പർ 1 ആയി വന്ന് ആ ഒരു റോയൽ റംബിളിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയുകയുണ്ടായി. വിൻസിനെതിരെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വിൻസ് അതിന് പ്രതികാരം തീർത്തതായിരുന്നു. ആ ഒരു റോ എപ്പിസോഡിന്റെ തന്നെ മെയിൻ ഇവന്റ് ആയിട്ട് ക്രിസ് ജെറിക്കോയുടെ ഒരു ഷോ ആയിരുന്നു. ആ ഒരു ഷോയിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുള്ളതായിരുന്നു. അങ്ങനെ ബ്രോക്ക് റിംഗിലേക്ക് കടന്നു വരികയുണ്ടായി. ബ്രോക്ക് റിംഗിൽ എത്തുന്നതിന് മുൻപേ തന്നെ റോമൻ റെയിൻസിന്റെ ഒരു സർപ്രൈസ് എൻട്രിയും റോമൻ റിംഗിൽ തന്റെ ചാമ്പ്യൻഷിപ്പുമായി നിൽക്കുന്നതും കാണാൻ കഴിഞ്ഞു. റിംഗിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നറിന് റോമന്റെ വക ഒരു സ്പിയർ ആയിരുന്നു കൊടുത്തത്. എന്നിട്ടും റോമന്റെ അരിശം തീർന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ F5 ചെയ്തതിന് പ്രതികാരമായിട്ട് ബ്രോക്കിനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴിതാ റോമനെ തല്ലാൻ വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്മസ്, ആൽബർട്ടോ, വെയ്ഡ് ബാരറ്റ്, റൂസേവ് എന്നിവരുടെ ടീം വന്നുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴതാ ബ്രോക്ക് എഴുന്നേറ്റ് റൂസേവിനിട്ട് സൂപ്ലക്സ്, ആൽബർട്ടോക്കിട്ട് സൂപ്ലക്സ്, ഷെയ്മസിനിട്ട് F5. അതും കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതാ കിടക്കുന്നു ഒരു സ്പിയർ ബൈ റോമൻ റെയിൻ. ലീഗ് ഓഫ് നേഷൻസ് ഒന്ന് പോയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ അടുത്ത ടീം എത്തിയിരിക്കുന്നു, വൈറ്റ് ഫാമിലി. അവർ 4 പേരും റിംഗ് പൊതിഞ്ഞു. എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് റോമന് മനസ്സിലായി. റോമൻ 4 പേരെയും അടിക്കാൻ തുടങ്ങി. പക്ഷെ വൈറ്റ് ഫാമിലിയുടെ മുൻപിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ റോമൻ റെയിൻസിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. റോമനെ അറ്റാക്ക് ചെയ്തിട്ട ആ സമയത്ത് ബ്രോക്ക് ഒന്ന് എഴുന്നേറ്റ് വന്നെങ്കിലും ബ്രോക്കിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വൈറ്റ് ഫാമിലി മുഴുവൻ ബ്രോക്കിനെ അടിച്ച് അവശനാക്കുന്നത് നമ്മൾ കണ്ടു. ഓരോരുത്തരായി വന്ന് ബ്രോക്ക് ലെസ്നറെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവസാനം ബ്രേ വൈറ്റ് ബ്രോക്ക് ലെസ്നറെ സിസ്റ്റർ അബഗെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ് ചെയ്തുകൊണ്ടായിരുന്നു റോ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റോ കഴിഞ്ഞതിന് ശേഷം നടക്കുന്നത് 2016
2016 റോയൽ റംബിൾ കൂടിയാണ്. ഈ ഒരു റോയൽ റംബിളിലാണ് റോമൻ റെയിൻസ് അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും റോയൽ റംബിൾ മാച്ചിൽ അതിൽ ഈ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ താരങ്ങളും ഉണ്ടായിരുന്നു. 2016 റോയൽ റംബിൾ അതൊരു ഒന്നൊന്നര റോയൽ റംബിൾ തന്നെയായിരുന്നു. അങ്ങനെ 2016 റോയൽ റംബിൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. റോമൻ റെയിൻസും റൂസേവും കൂടിയായിരുന്നു റോയൽ റംബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വരാൻ വേണ്ടി പോകുന്ന 29 പേരെ കൂടി തോൽപ്പിച്ചാലേ അദ്ദേഹത്തിന് അത് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ റോമന്റെ പവർ പാക്ക് പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോയൽ റംബിളിലായിരുന്നു മൂന്നാമത്തെ വ്യക്തിയായിട്ട് തേർഡ് എൻട്രൻസ് ആയിട്ട് AJ സ്റ്റൈൽസ് ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് താരങ്ങൾ ആ ഒരു മാച്ചിലേക്ക് കടന്നു വരികയുണ്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും റോമൻ റെയിൻസിനെ ലീഗ് ഓഫ് നേഷൻസ് വന്ന് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഷെയ്മസ്, ആൽബർട്ടോ ഡെൽറിയോ, റൂസേവ് എന്നിവർ 3 പേരും റിംഗിൽ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയി റിംഗ് സൈഡിലിട്ട് ചവിട്ടിക്കൂട്ടി ബാരിക്കേഡിന്റെ മുകളിലേക്കും സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്കും വലിച്ചെറിയുകയുണ്ടായി. ഓരോരുത്തരായി വന്ന് അവരുടെ ഫിനിഷിംഗ് മൂവുകൾ റോമൻ റെയിൻസിന്റെ മേൽ ചെയ്തു. റോമൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. റോമന്റെ പവർ മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു അനൗൺസർ ടേബിളിന്റെ മുകളിൽ റോമനെ കിടത്തി റൂസേവ് ഓടി വന്ന് റോമന്റെ മുകളിലേക്ക് ചാടി. വിൻസ് മക്മാൻ ലീഗ് ഓഫ് നേഷൻസിനെ കെട്ടിപ്പിടിച്ച് നന്നായടാ മക്കളെ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഡോക്ടർമാരെല്ലാവരും കൂടി വന്ന് റോമൻ റെയിൻസിനെ എടുത്ത് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. കഴിഞ്ഞ് റോമന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ആ ഒരു രീതിയിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. റോമൻ എങ്ങനെയും വിജയിക്കരുത് എന്നുള്ള ആഗ്രഹം വിൻസിനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് വിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ വിൻസിനെതിരെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന വ്യക്തി തന്നെയായിരുന്നു റോമൻ റെയിൻസ്. പിന്നീട് വൈറ്റ് ഫാമിലി ആ ഒരു റിംഗിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. വൈറ്റ് ഫാമിലി വരുന്ന എല്ലാവരെയും എടുത്തിട്ട് അലക്കുകയാണ്, എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്, എടുത്ത് എലിമിനേറ്റ് ചെയ്യുകയാണ്. റിംഗിൽ വൈറ്റ് ഫാമിലി അല്ലാതെ ആകെയുള്ളത് 3 പേരാണ്. ക്രിസ് ജെറിക്കോ, സാമി സെയിൻ ആൻഡ് ഡീൻ ആംബ്രോസ്. പിന്നീട് ബ്രോക്ക് വന്ന് എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടുകയുണ്ടായി. പിന്നീട് റിംഗിൽ ബാക്കിയുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നറും ബ്രേ വൈറ്റും മാത്രമായിരുന്നു. വൈറ്റ് ഫാമിലിയിലെ ബാക്കിയുള്ള എല്ലാവരെയും ബ്രോക്ക് തന്നെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും കൂടി കയറി വന്ന് ബ്രോക്ക് ലെസ്നറിനെ റിംഗിലിട്ട് അറ്റാക്ക് ചെയ്ത് ബ്രോക്കിനെ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു റോയൽ റംബിളിന്റെ ഏറ്റവും അവസാനമായി 29ാമത്തെ വ്യക്തി കടന്നു വരികയുണ്ടായി. നേരത്തെ റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയ്മസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഷെയ്മസ് എന്തായാലും വിജയിക്കുമെന്നുള്ള രീതിയിലായിരുന്നു റിംഗിലേക്ക് നടന്നു വന്നത്. എന്നാൽ ഷെയ്മസ് വരുന്ന വഴിക്ക് തന്നെ പുറകിൽ നിന്നും അതാ വരുന്നു ഒരു സൂപ്പർമാൻ പഞ്ച്, മറ്റാരുമല്ല റോമൻ റെയിൻസ്. അതെ ഗൈസ്, റോമൻ റെയിൻസ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇഞ്ചുറി എല്ലാം തന്നെ മാറ്റിവെച്ച് വീണ്ടും റിംഗിലേക്ക് വരികയുണ്ടായി. വന്ന് ആദ്യം തന്നെ മിസിനെ എടുത്തു, എലിമിനേറ്റ് ചെയ്തു. ആൽബർട്ടോയെയും എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഫുൾ പവറിൽ നിൽക്കുകയാണ് റോമൻ റെയിൻസ്. ഏറ്റവും അവസാനത്തെ 30ാമത്തെ വ്യക്തി വരികയുണ്ടായി. ഒരു മനുഷ്യന്മാർ പോലും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ ഈ സ്റ്റോറിയിൽ ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്ന വിൻസിന്റെ സ്വന്തം മരുമകൻ, യെസ്, ട്രിപ്പിൾ എച്ച് ആയിരുന്നു നമ്പർ 30 ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. റോമൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ എച്ചിനെ കണ്ടപ്പോൾ. അങ്ങനെ രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തു. ആ മാച്ചിന്റെ ഏറ്റവും അവസാനം ആകെ 4 പേരായിരുന്നു റിംഗിലുണ്ടായിരുന്നത്. ട്രിപ്പിൾ എച്ച്, റോമൻ റെയിൻസ്, ഡീൻ ആംബ്രോസ് ആൻഡ് ഷെയ്മസ്. ഇതിൽ ഷെയ്മസിനെ ഒരു സൂപ്പർമാൻ പഞ്ച് ചെയ്ത് റോമൻ പുറത്താക്കി നിൽക്കുന്ന അതേ മൊമെന്റിൽ തന്നെ ട്രിപ്പിൾ എച്ച് റോമൻ റെയിൻസിനെയും എടുത്ത് പുറത്തേക്കിടുകയുണ്ടായി. അതേ ഗൈസ്, റോമൻ റെയിൻസിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും പുതിയൊരു ചാമ്പ്യൻ കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പായിരിക്കുകയാണ്. റോമൻ റെയിൻസ് റിംഗ് സൈഡിലിരുന്ന് കരയുകയാണ്. ഫാൻസ് മുഴുവൻ ചാന്റ് ചെയ്യുന്നു പുതിയ ചാമ്പ്യനെ കിട്ടുന്നതിന്റെ സന്തോഷത്തിൽ. റോമൻ റെയിൻസിനെ തോൽപ്പിച്ച് ഡീൻ ആംബ്രോസ് വിജയിക്കുമോ ട്രിപ്പിൾ എച്ച് വിജയിക്കുമോ വെറും മിനിറ്റുകൾക്കുള്ളിൽ അറിയാമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. അങ്ങനെ മാച്ചിന്റെ ഏറ്റവും അവസാനം വളരെ സിമ്പിളായി ഡീൻ ആംബ്രോസിനെ എടുത്ത് പുറത്തേക്കിട്ട് ട്രിപ്പിൾ എച്ച് ആയിരുന്നു 2016 റോയൽ റംബിൾ വിജയിച്ചുകൊണ്ട് ന്യൂ WWE ചാമ്പ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസിന്റെ ചാമ്പ്യൻഷിപ്പ് റെയിൻ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. WWE ഫാൻസ് റോമൻ റെയിൻസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. പക്ഷെ അത് നന്നായിട്ട് മുതലെടുക്കാൻ വേണ്ടി WWEക്ക് സാധിച്ചില്ല. അതോറിറ്റി സ്റ്റോറി ലൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും സ്റ്റോറി ലൈൻ ബെറ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിലും റോമൻ റെയിൻസിന് ചാമ്പ്യൻഷിപ്പ് അധികം കൊടുക്കാനോ ഫാൻസിന്റെ ഫേവറേറ്റ് ആയിട്ട് നിർത്താനോ WWEക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കിടിലൻ കഥകളുമായിട്ട് അടുത്ത ആഴ്ച ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.